ഇന്ത്യയിൽ വരും ആഴ്ചകളിൽ പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിക്കാൻ സാധ്യതയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത്. ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ വില വർദ്ധിച്ചു വരുന്നതിനാൽ എണ്ണ വിപണന കമ്പനികൾ ഭീമമായ നഷ്ടം നേരിടുന്നുവെന്നാണ് റിപ്പോർട്ട്. ആഗോള ബ്രോക്കറേജ് സ്ഥാപനമായ മക്വാരിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ക്രൂഡ് ഓയിൽ വിലയിൽ സ്ഥിരമായ വർധനവുണ്ടായിട്ടും രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലകളിൽ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ആഗോള വിലകളും ആഭ്യന്തര റീറ്റെയിൽ നിരക്കുകളും തമ്മിലുള്ള ഈ അന്തരം എണ്ണ കമ്പനികൾക്ക് കനത്ത സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കിയത്. നിലവിൽ കമ്പനികൾക്ക് പ്രതിദിനം പെട്രോളിന് ലിറ്ററിന് 18 രൂപയും ഡീസലിന് ലിറ്ററിന് 35 രൂപയും നഷ്ടം സംഭവിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടുണ്ട്. കഴിഞ്ഞ മാസം അവരുടെ ദൈനംദിന നഷ്ടം ഏകദേശം 2400 കോടി രൂപയായി കണക്കാക്കപ്പെട്ടിരുന്നു. സർക്കാർ എക്സൈസ് തീരുവ ലിറ്ററിന് 10 രൂപ കുറച്ചതിന് ശേഷം നഷ്ടം പ്രതിദിനം ഏകദേശം 1600 കോടി രൂപയായി കുറഞ്ഞു. എന്നിരുന്നാലും കമ്പനികളുടെ മേലുള്ള സമ്മർദ്ദം ഉയർന്ന നിലയിലാണ്. പശ്ചിമ ബംഗാൾ, തമിഴ്നാട് ഉൾപ്പെടെയുള്ള പ്രധാന സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായ ശേഷം ഇന്ധനവില പരിഷ്കരിക്കാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ആഗോള അസംസ്കൃത എണ്ണവില സമീപ ദിവസങ്ങളിൽ കുത്തനെയാണ് ഉയർന്നത്. യൂറോപ്പിൽ ഡെലിവറിക്കുള്ള എണ്ണവില ബാരലിന് $150 റെക്കോർഡ് ഉയരത്തിലെത്തി. ജൂണിലെ ഡെലിവറിക്ക് ബെഞ്ച് മാർക്ക് ബ്രെന്റ് ക്രൂഡ് ഫ്യൂച്ചറുകളും 6% ഉയർന്നു. ബാരലിന് $100 കടന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് വർദ്ധിച്ചു വരുന്ന ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടയിലാണ് എണ്ണവില വർദ്ധിച്ചത്. ആഗോള എണ്ണയുടെ പ്രധാന പാതയായ ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾ തടയാൻ US നാവികസേന തയ്യാറായതിനെ തുടർന്ന് സ്ഥിതി കൂടുതൽ വഷളായി. പൊതുമേഖലാ എണ്ണ കമ്പനികളായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നിവ 2022 ഏപ്രിൽ മുതൽ ചില്ലറ ഇന്ധനവില പരിഷ്കരിച്ചിട്ടില്ല. അതേസമയം ആഗോള എണ്ണവില അസ്ഥിരമായി തുടരുകയാണ്. റഷ്യ ഉക്രൈൻ യുദ്ധത്തെ തുടർന്ന് ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 കടന്നിരുന്നു. പിന്നീട് ഈ വർഷം ആദ്യം ഏകദേശം $70 കുറഞ്ഞു. ഇറാൻ ഉൾപ്പെട്ട പുതിയ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ കാരണം കഴിഞ്ഞ മാസം ഏകദേശം $120 ഉയർന്നു. മാർച്ചിലുണ്ടായ നഷ്ടം ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ ഈ കമ്പനികൾ നേടിയ ലാഭം ഇല്ലാതാക്കി. ക്രൂഡ് ഓയിൽ വിലയിലെ ഓരോ ബാരലിന് $10 വർധനവിനും എണ്ണ കമ്പനികളുടെ നഷ്ടം ലിറ്ററിന് ഏകദേശം 6 രൂപ വർദ്ധിക്കുമെന്ന് മക്വാരിയുടെ റിപ്പോർട്ട് എടുത്തു കാണിക്കുന്നുണ്ട്. ക്രൂഡ് ഓയിൽ ആവശ്യകതയുടെ 88% ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യ ആഗോള വിലയിലെ ഏറ്റക്കുറച്ചിലുകളോട് വളരെ സെൻസിറ്റീവായി തുടരുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിലും പെട്രോൾ, ഡീസൽ, വ്യോമയാന ഇന്ധനം തുടങ്ങിയ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ മൊത്തം കയറ്റുമതിക്കാരനായി രാജ്യം തുടരുന്നു. മാർച്ചിൽ സർക്കാർ എക്സൈസ് തീരുവ കുറച്ചെങ്കിലും ആനുകൂല്യം ഉപഭോക്താക്കൾക്ക് കൈമാറിയില്ല. പകരം കമ്പനി നഷ്ടം നികത്താൻ ഉപയോഗിച്ചു. നിലവിൽ കേന്ദ്ര നികുതി പെട്രോളിന് ലിറ്ററിന് ഏകദേശം 11.9 രൂപയും ഡീസലിന് ലിറ്ററിന് 7.8 രൂപയുമാണ്. എക്സൈസ് തീരുവ പൂർണ്ണമായും ഒഴിവാക്കിയാലും എണ്ണ കമ്പനികൾ നേരിടുന്ന നഷ്ടം പൂർണ്ണമായും നികത്താൻ കഴിയില്ലെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട്.